ഹയർ സെക്കൻഡറി +1 പ്രവേശനത്തിൻ്റെ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. എന്തൊക്കെയാണ് രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ്, ആർക്കൊക്കെയാണ് ബാധകം, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. +1 പ്രവേശനത്തിന് കാത്തിരിക്കുന്ന എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ +1 പ്രവേശനത്തിൻ്റെ രണ്ടാം ഘട്ടം അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. എന്തൊക്കെയാണ് നമ്മൾ അലോട്ട്മെൻറ്റ് നോക്കുന്നത്, എങ്ങനെ, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇതാണ് ആദ്യ ഭാഗത്ത് സൂചിപ്പിക്കുന്നത്. നേരത്തെ നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റും ട്രയൽ അലോട്ട്മെൻറ്റും നോക്കിയതുപോലെ HSCAP എന്ന സൈറ്റിലൂടെ കയറി കാൻഡിഡേറ്റ് ലോഗിൻ വഴി നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. സാധാരണ HSCAP എന്ന് പറയുന്ന സൈറ്റിലൂടെ നമ്മൾ കയറി കാൻഡിഡേറ്റ് ലോഗിൻ, നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും ജില്ലയും ഒക്കെ കൊടുത്ത് പാസ്വേഡൊക്കെ കൊടുത്ത് നമ്മൾ കാണുന്ന സ്ക്രീനിനകത്ത് നമുക്ക് തീർച്ചയായും അതിനകത്ത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്ന് കാണാൻ വേണ്ടി കഴിയും. നേരത്തെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ പെർമനൻ്റായിട്ട് അഡ്മിഷൻ എടുത്ത കുട്ടികൾ, സ്ഥിരമായിട്ട് അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് ഇത് ബാധകമല്ല എന്ന കാര്യം ആദ്യം തന്നെ ഓർമ്മിക്കുക. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നമ്മൾ ഓൾറെഡി സ്ഥിരപ്രവേശനം നേടിയിട്ടുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ബാധകമല്ല. നിങ്ങളിനി ഇപ്പോൾ പറഞ്ഞ ഡേറ്റ് പ്രകാരം ജൂൺ 18-ാം തീയതി +1 ക്ലാസ്സുകൾ തുടങ്ങുമ്പോൾ നിങ്ങൾ ചേർന്ന സ്കൂളിനകത്ത് എത്തിയാൽ മതി എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രധാനമായിട്ടും മറ്റ് ആർക്കൊക്കെയാണ് ബാധകം എന്നുള്ളതാണ്. അതിലൊന്ന്, നേരത്തെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ താൽക്കാലികമായിട്ട് ചേർന്നിട്ടുള്ള കുട്ടികൾ, അവർ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പരിശോധിക്കുക. അപ്പോൾ അവർക്ക് ഹയർ ഓപ്ഷനുകൾ, ഉദാഹരണത്തിന് നേരത്തെ ഇപ്പോൾ 4ാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങളവിടെ താൽക്കാലിക പ്രവേശനം നേടിയിട്ടുണ്ടെങ്കിൽ അതിന് മുകളിലുള്ള 3 സ്കൂളിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടോ, നിങ്ങൾ അലോട്ട്മെൻറ്റ് മാറിയിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാം. അങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ മറ്റൊരു സ്കൂളിലേക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ഫസ്റ്റ് അലോട്ട്മെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ നേരത്തെ താൽക്കാലികമായി ചേർന്ന സ്കൂളിൽ പോയി അവിടുന്ന് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ വാങ്ങി നിങ്ങൾ പുതിയ സ്കൂളിനകത്ത് നിങ്ങൾ ജോയിൻ ചെയ്യുക. ആ ജോയിൻ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് 2 സാധ്യതകളുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ഓപ്ഷനാണ് ലഭിച്ചിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്ക് താൽക്കാലിക അഡ്മിഷൻ സാധ്യമല്ല. എന്നാൽ നിങ്ങൾക്ക് താഴെയുള്ള ഓപ്ഷനുകളാണ്, 2 മുതൽ അങ്ങോട്ടുള്ള ഓപ്ഷനുകളാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്ക് ഇനിയും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും താൽക്കാലികമായിട്ട് പ്രവേശനം നേടാം. അത് പുതിയ സ്കൂളിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് താൽക്കാലിക അഡ്മിഷൻ, ഫസ്റ്റ് ഓപ്ഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് താൽക്കാലിക അഡ്മിഷൻ നേടാവുന്നതാണ്. അതിനുശേഷം തേർഡ് അലോട്ട്മെൻറ്റിൽ വെയിറ്റ് ചെയ്ത്, അത് അവസാനത്തെ അലോട്ട്മെൻറ്റാണ്, അവിടെ പെർമനൻ്റ് അഡ്മിഷൻ മാത്രമേ ഉള്ളൂ. താൽക്കാലിക അഡ്മിഷൻ തേർഡ് അലോട്ട്മെൻറ്റിൽ ഇല്ല എന്നുള്ള കാര്യം കൂടി ഓർമ്മിക്കുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ താൽക്കാലികമായിട്ട് ചേർന്നിട്ടുള്ള കുട്ടിയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് വെരിഫൈ ചെയ്തപ്പോൾ അവിടെ മാറ്റമില്ല, നോ ചേഞ്ച് എന്നാണ് കാണിക്കുന്നത് എങ്കിൽ നിങ്ങൾ നേരത്തെ താൽക്കാലികമായി ചേർന്ന സ്കൂളിനകത്ത് നിങ്ങൾ പോകേണ്ടതില്ല. നിങ്ങൾ തേർഡ് അലോട്ട്മെൻറ്റിന് ഡയറക്റ്റായിട്ട് വെയിറ്റ് ചെയ്താൽ മാത്രം മതിയാകും. ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് മാറ്റമില്ല, ടെമ്പററി ആയിട്ട് നേരത്തെ ചേർന്ന കുട്ടികൾ, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ചേർന്ന കുട്ടികൾക്ക് ഈ അലോട്ട്മെൻറ്റിലും മാറ്റമില്ല എന്നാണ് കാണിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല. തേർഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ചെയ്യേണ്ടത്. മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എവിടെയും ലഭിക്കാത്ത കുട്ടികൾ, സീറ്റ് കിട്ടാത്ത അല്ലെങ്കിൽ സീറ്റ് നമുക്ക് ലഭ്യമല്ലാത്ത, നേരത്തെ അലോട്ട്മെൻറ്റ് ലഭ്യമല്ലാത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് ഈ തവണ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിനകത്ത് ഫസ്റ്റ് ഓപ്ഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ ആണെങ്കിൽ ടെമ്പററി അഡ്മിഷൻ ഇല്ല, പെർമനൻ്റ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് താഴെയുള്ള ഓപ്ഷനുകളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ താൽക്കാലികമായിട്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. എന്നിട്ട് തേർഡ് അലോട്ട്മെൻറ്റിന് വെയിറ്റ് ചെയ്യുക. അവസാനമായിട്ട് മറ്റൊരു കാറ്റഗറി വരാൻ സാധ്യതയുള്ളത്, ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും നമുക്ക് ലഭിച്ചിട്ടില്ല ഒരു ഓപ്ഷനുകളും, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നമുക്ക് സ്കൂളിനകത്ത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവസരം ലഭിച്ചിട്ടില്ല എങ്കിൽ കുട്ടികൾ ആരും നിരാശപ്പെടേണ്ടതില്ല. നിങ്ങൾ 3ാമത്തെ അലോട്ട്മെൻറ്റിൽ വെയിറ്റ് ചെയ്യുക. ജൂൺ 16-നാണ് ഇപ്പോൾ 3ാമത്തെ അലോട്ട്മെൻറ്റ് വന്നിട്ടുള്ളത്, ഡേറ്റ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ആ ഡേറ്റിലേക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. 3ാമത്തെ അലോട്ട്മെൻറ്റിൽ പരമാവധി കുട്ടികൾക്ക് അവിടെ അഡ്മിഷൻ ലഭിക്കുന്ന രൂപത്തിലാണ്. കാരണം എല്ലാ റിസർവേഷൻ സീറ്റുകളും ഒക്കെ അതിനകത്ത് വേണ്ടത്ര ആളുകളില്ലെങ്കിൽ അത് മറ്റ് കാറ്റഗറിയിലേക്ക്
അലോട്ട്മെൻറ്റിലേക്ക് മാറ്റി മുഴുവൻ സീറ്റുകളും ഫില്ല് ചെയ്യുന്ന നിലയിലേക്ക് മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് വരും. അപ്പോൾ നിങ്ങൾക്ക് മൂന്നാമത്തെ അലോട്ട്മെൻറ്റിൽ ഇതുവരെ ലഭിക്കാത്ത കുട്ടികളാണെങ്കിൽ തീർച്ചയായും മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് ലഭിക്കും എന്നുള്ള കാര്യമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് നോക്കുക. കൃത്യമായിട്ട് നേരത്തെ പറഞ്ഞ വീഡിയോയിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് അതിനകത്ത് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുക എന്നതാണ് സൂചിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു, അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത കുട്ടികൾക്ക് മൂന്നാമത്തെ അലോട്ട്മെൻറ്റിൽ വെയിറ്റ് ചെയ്യുക. അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള കുട്ടികളാണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ അല്ലെങ്കിൽ താൽക്കാലിക അഡ്മിഷൻ എടുക്കാവുന്നതും ആണ് എന്ന് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ശ്രദ്ധിക്കുക. ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ തേർഡ് അലോട്ട്മെൻറ്റിനെ കുറിച്ച് ആ സമയത്ത് പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.